5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കോൺഗ്രസിന്റെ തീരുമാനം വീണ്ടും മണ്ടത്തരമാകുമോ? സഞ്ജയ് ഗാന്ധിയുടെ വാക്ക് കേട്ടുകൊണ്ട് ചരൺ സിംഗ് ഉൾപ്പെടെയുള്ള മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വലിയ വലിയ നേതാക്കളെയെല്ലാം ഓരോ കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്ത് കോൺഗ്രസ് സൂക്ഷിച്ചത് അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധിക്ക് അവസാനം ഇന്ദിരാഗാന്ധിക്ക് തന്നെ അറിയില്ലായിരുന്നു എന്തൊക്കെയാണ് സഞ്ജയ് ഗാന്ധി ചെയ്തു കൂട്ടുന്നത് രാജ്യത്തെന്ന് അറിയാതെ, തൻ്റെ മകൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ എല്ലാവരും ഐക്യ ഗുജറാൾ അടക്കമുള്ള വൻ മരങ്ങളെല്ലാം തന്നെ, വലിയ വൃക്ഷങ്ങളെല്ലാം തന്നെ ഇന്ദിരാഗാന്ധിയുടെ തെറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ നേതാക്കളെ കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസ് എന്നും ഒരു ദൗർബല്യമായി നിൽക്കുകയാണ്. ഇപ്പോഴിതാ വന്ന് ശശി തരൂരിലെത്തി. ശരത് പവാർ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അതികായകനായ മഹാരാഷ്ട്രയുടെ അതികായകനെ കോൺഗ്രസിന് കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അർജുൻ സിംഗ് അതുപോലെ അതികായകനായിരുന്നു, കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ പൈലറ്റ് രാജേഷ് പൈലറ്റിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, സച്ചിൻ പൈലറ്റിനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഗുലാം നബി ആസാദിനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അങ്ങനെ വലിയ വലിയ വൻ മരങ്ങളെ, ജനങ്ങളിൽ കരിസ്മാറ്റിക്കായി ലീഡർഷിപ്പിൽ നിൽക്കുന്ന വലിയ ആളുകളെ, ആൾക്കൂട്ടത്തെ സ്വാധീനിക്കുന്ന ക്രൗഡ് പുള്ളർമാരായിട്ടുള്ള മാസിനെ പുള്ളി ചെയ്യുന്ന വലിയ വലിയ വ്യക്തിത്വങ്ങളെ കൊണ്ടുപോകാൻ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ പരാജയമാണ്. നെഹ്റുവിൻ്റെ കാലത്ത് അത് വലിയ വിജയവുമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തുടങ്ങിയതാണ് ഈ വെട്ടിനിരത്തി. ഇപ്പോഴിതാ ശശി തരൂരിലെത്തി നിൽക്കുകയാണ്. ശശി തരൂരിലെത്തി നിൽക്കുമ്പോഴുള്ളൊരു പ്രശ്നം, പുകച്ച് നമ്മൾ മറ്റേ എന്താണ്, ദോരത്തിനകത്ത് തീയിട്ട് പുകയിട്ട് വൈക്കോലിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുകച്ച് പുറത്തിയാടിക്കുന്നൊരു സംവിധാനമുണ്ട്. നമുക്ക് ആക്രമണകാരികളായ വസ്തുക്കൾ, എന്തെങ്കിലും ജീവികളൊക്കെ വല്ല ദൂരത്തിലിരുന്നാൽ നമുക്ക് നേരിട്ട് നമ്മൾ കുത്തിയൊന്നും എടുക്കാൻ പറ്റത്തില്ല, അത് ചിലപ്പോൾ നമ്മളൊന്ന് ഉപദ്രവിക്കും. അതുകൊണ്ട് അതിനെ പുകച്ച് പുറത്ത് ചാടിക്കുന്നൊരു പരിപാടിയുണ്ട്. അതുപോലെ ശശി തരൂരിനെ പുകച്ച് പുറത്ത് ചാടിക്കാനുള്ള പുക എല്ലാ ഭാഗത്തു നിന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇടുന്നു, AICCയുടെ ഭാഗത്തു നിന്ന് വരുന്നു പുകച്ച് പുറത്ത് ചാടിക്കാൻ. എന്നാൽ ഞാൻ അങ്ങനെ പുകയാൻ തയ്യാറല്ല, നിങ്ങൾ പുറത്താക്കൂ, ഞാനൊരു രക്തസാക്ഷിയായിട്ട് വേണമെങ്കിൽ പോകാം, അപ്പോഴെനിക്ക് അപ്പുറത്ത് ചെല്ലുമ്പോൾ കൂടുതൽ അവസരം കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള ചിന്തയും വരുന്നു. ഇതിനിടയിലാണ് ശശി തരൂരിനെതിരെ വ്യാപകമായ തോതിൽ ആക്ഷേപം വരുന്നത്. വളരെ സാധാരണക്കാരായ പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടൊക്കെയാണ് ശശി തരൂർ 3-4 പ്രാവശ്യം കൂടി ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശശി തരൂർ കാണിക്കുന്നത് ശുദ്ധമായ ഭോഷ്കാണ്, തെമ്മാടിത്തരമാണ്, അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലനാണ് ശശി തരൂർ എന്നുള്ള നിലയിൽ ട്രോളുകളും ശശി തരൂരിനെ കുറ്റപ്പെടുത്തലുകൾ ഒരു വശത്ത് നടക്കുന്നു. ശശി തരൂരിനെ പോലെ ആളിനെ എടുത്തതാണ് കോൺഗ്രസ് ചെയ്ത തെറ്റെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ശശി തരൂരിനെ കിട്ടിയപ്പോഴുള്ള ഗുണങ്ങൾ കോൺഗ്രസ് അനുഭവിക്കുകയും രാജ്യം അനുഭവിക്കുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KP ഉണ്ണികൃഷ്ണൻ്റെ കാര്യമെടുക്കൂ, ഓരോരുത്തരുടെ കാര്യമെടുക്കൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു ജനാധിപത്യ പാർട്ടിയൊക്കെയാണത്. അതിനകത്ത് ഒരുപാട് നേതാക്കൾ വരും, ഒരുപാട് ആളുകൾ വരും പോകും, ആയാറാം ഗയാറാമാണ്. അതെല്ലാം സംഭവിക്കുമ്പോഴും വരുന്ന ആളുകളെ നിർത്തുവാൻ പാർട്ടിക്കും കഴിയുന്നില്ല, അതൊരു അച്ചടക്കത്തോടുകൂടി നിൽക്കാൻ വരുന്നവർക്കും കഴിയുന്നില്ല. ഇതൊരു വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ്സിന് എല്ലാ കാലത്തും. എന്നിട്ടും ഇത് ജനങ്ങളിലുണ്ട്, ജനങ്ങൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നു, ജനങ്ങൾ അവരുടെ കൂടെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ആസേദ് ഹിമാചലം കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ട്, ഒരു വികാരമായി തന്നെ ഉണ്ട് രാജ്യത്ത്. ഇപ്പോൾ എത്ര BJP പറഞ്ഞാലും അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ പാർട്ടികളെന്ന് പറഞ്ഞാലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇവിടെ ഉണ്ട്, അതെല്ലാവരും മനസ്സിലാക്കും. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ വലിയ വലിയ വ്യക്തിത്വങ്ങളെ അകത്ത് വന്നു കഴിയുമ്പോൾ അവർക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കിട്ടുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കാൻ അവർ തയ്യാറുമല്ല, ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ശശി തരൂരായാലും ഇവരായാലും എന്താട്ടും അടിയും തുപ്പും എന്ത് കേട്ടാലും നിൽക്കുക, അല്ലെങ്കിൽ അർഹമായതെല്ലാം എപ്പോഴും കിട്ടിയില്ലെങ്കിൽ നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിയില്ലെങ്കിൽ നിൽക്കുക, അങ്ങനെയുള്ളവരുമുണ്ട് പാർട്ടിക്ക്. അങ്ങനെയുള്ളവർക്കേ പറ്റൂ. അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം. അവസരങ്ങളുടെ കലയായിട്ടുള്ള രാഷ്ട്രീയത്തിൽ അപ്പോഴുള്ളതാണ് സാഹചര്യം. ഒരിക്കലും ഇന്നലകൾക്ക് വലിയ സാധ്യതയില്ല, നാളെകൾക്കും സാധ്യതയില്ല. വർത്തമാനകാലത്ത് കാണുന്ന ചതുരംഗ കളിയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ ചതുരംഗ കളിയിൽ, ആ ചെസ്സ് കളിക്കുന്നതിൽ ആർക്ക് എപ്പോഴാണ് ചെക്കാവുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഇപ്പോഴെന്തായാലും ശശി തരൂരിനെ പുകച്ച് പുറത്ത് ചാടിക്കുവാൻ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ മുതൽ AICC വരെയുള്ളവർ വിവിധ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പുകഞ്ഞ് പുറത്ത് ചാടാൻ എനിക്ക് മനസ്സില്ല, നിങ്ങൾ വേണമെങ്കിൽ എന്നെ പുറത്താക്കിക്കൊള്ളൂ, ഞാനൊരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടി പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശശി തരൂർ നിൽക്കുന്നു. എന്ത് സംഭവിക്കുമോ നമുക്ക് കാലം കാത്തിരുന്ന് കാണാം. പക്ഷേ കോൺഗ്രസിൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഒരുപാട് കാലം നിന്നതായി കാണുന്നില്ല, പുറത്താക്കിയതെല്ലാം കാണുന്നില്ല. അതങ്ങ് വല്ലാതെ ഡൈല്യൂട്ട് ചെയ്ത് പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. പക്ഷേ ശശി തരൂരിൻ്റെ കാര്യത്തിൽ ഒരു അംഗത്തിനുള്ള ബാല്യമുണ്ടെന്ന് ശശി തരൂർ പറയുകയും അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി, മോഡിയോടൊപ്പം പോയി, നഖശികാന്തം കോൺഗ്രസിനെ എതിർക്കുന്ന BJPയോടൊപ്പം പോയി
ഇങ്ങനെ തിളങ്ങാൻ കഴിയുമെങ്കിൽ, ശശി തരൂർ തിളങ്ങാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവനാഴിയിൽ ഇനിയും ഒരുപാട് അംഗത്തിനുള്ള അമ്പുകൾ ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.